നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം. മാർക്കറ്റ് വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. കുമ്പള ടോൾ ബൂത്തിലുണ്ടായ സംഘർഷത്തിൽ CPM ഏരിയ സെക്രട്ടറി സുബൈറിനും ലീഗ് നേതാക്കൾക്കുമെതിരെ കേസ്. ടോൾ ബൂത്ത് മാനേജറും ഹരിയാന സ്വദേശിയുമായ അമിത് കുമാറിന്റെ പരാതിയിലാണ് കേസ്. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ സമാപനം കാഞ്ഞങ്ങാട് നടന്നു. കേരള ഗവൺമെന്റ് നേഴ്സ് അസോസിയേഷൻ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തായിരുന്നു പരിപാടി. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി അനുസ്മരണം പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടന്നു. ഗാന്ധി ദർശൻ സമിതിയുടെയും ജില്ലാ ഗാന്ധി ദർശൻ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജന്തുജന്യ രോഗങ്ങളിൽ നിന്നും മൃഗസംരക്ഷണ ഫീൽഡ് വിഭാഗം ജീവനക്കാർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ML സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം KLAU സംസ്ഥാന പ്രസിഡന്റ് N കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് കലോത്സവ വേദിയിൽ താളമൊപ്പിച്ച് കയ്യടി നേടി മൊഞ്ചത്തികൾ. ബഡ്സ് സ്കൂളിലെ മിടുക്കികൾ കോട്ടിക്കുളം നൂറുൽ ഹുദ സ്കൂളിലെ കലോത്സവ വേദിയിലാണ് വിസ്മയം തീർത്തത്. വാർത്തകൾ വിശദമായി. അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം. മാർക്കറ്റ് വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. കുമ്പള അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം. പുലർച്ചെ 4 മണിയോടെ മാർക്ക് വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിന്റെ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഉപ്പള, കുറ്റിക്കോൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 യൂണിറ്റുകളെത്തി മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായത്. കണ്ണൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക കണക്ക്. വെള്ളിയാഴ്ച രാത്രി 12 മണിവരെ ഇവിടെ ജീവനക്കാർ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർ പോയത്. 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. പ്ലൈവുഡ് നിർമ്മാണത്തിനുണ്ടാക്കിക്കൊണ്ടിരുന്ന പാളികളാണ് കത്തിനശിച്ചവയിൽ ഏറെയും. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സമീപകാലത്താണ് അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലെ പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ തീപിടുത്തം. പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അനന്തപുരം ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഫാക്ടറിക്കകത്തെ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അന്ന് അപകടമുണ്ടായത്. പ്രദേശത്തെ നിരവധി വീടുകൾക്കും കേടുപാട് സംഭവിച്ചിരുന്നു. അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിൽ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തം പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമ്പള. കുമ്പള ടോൾ ബൂത്തിലുണ്ടായ സംഘർഷത്തിൽ CPM ഏരിയ സെക്രട്ടറി സുബൈറിനും ലീഗ് നേതാക്കൾക്കുമെതിരെ കേസ്. ടോൾ ബൂത്ത് മാനേജറും ഹരിയാന സ്വദേശിയുമായ അമിത് കുമാറിന്റെ പരാതിയിലാണ് കേസ്. ആരിക്കാടിയിലെ ടോൾ പ്ലാസയിലുണ്ടായ സംഘർഷത്തിൽ നേതാക്കൾക്കും സമരസമിതി പ്രവർത്തകർക്കുമെതിരെ കേസ്. അക്രമവും ഗതാഗത തടസ്സവും ഉണ്ടാക്കിയെന്ന പരാതിയിലാണ് കേസ്. സമരസമിതി നേതാവും CPM ഏരിയ സെക്രട്ടറിയുമായ CS സുബൈർ ഉൾപ്പെടെ 10 പേർക്കെതിരെ കുമ്പള പോലീസാണ് കേസെടുത്തത്. സമരസമിതി നേതാക്കളും ലീഗ് ഭാരവാഹികളുമായ AK ആരിഫ്, അഷ്റഫ് കാർല, കണ്ടാലറിയാവുന്ന മറ്റു 7 പേർ എന്നിവർക്കുമെതിരെയാണ് കേസ്. ടോൾ ബൂത്ത് മാനേജറും ഹരിയാന സ്വദേശിയുമായ അമിത് കുമാറിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ഇവരുടെ നേതൃത്വത്തിൽ സംഘം ചേർന്നെത്തിയവർ ടോൾ ബൂത്തിനു മുന്നിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയും പരാതിക്കാരനെ 1-ാം പ്രതിയായ സുബൈർ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി. പരാതിക്കാരനെയും ടോൾ ബൂത്തിലെ മറ്റു ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തുകയും തെറിവിളിക്കുകയും ചെയ്തതായും പരാതിയിൽ കൂട്ടിച്ചേർത്തു. അതേസമയം ടോൾ പിരിവിനെതിരെയായുള്ള സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കുമ്പള. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ സമാപനം കാഞ്ഞങ്ങാട് നടന്നു. ദേശീയ റോഡ് സുരക്ഷാ മാസത്തിന്റെ സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു. ജനുവരി 1 മുതൽ താലൂക്കിൽ 38 വ്യത്യസ്ത പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഡ്രൈവർമാർ, പൊതുജനങ്ങൾ, ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികൾ എന്നിവയുൾപ്പെടെ 26 ക്ലാസുകൾ ഈ കാലയളവിൽ സംഘടിപ്പിച്ചു. ചിത്രരചനാ മത്സരം, റീൽസ് മത്സരം, നേത്രപരിശോധന ക്യാമ്പ്, മുഴുവൻ വിദ്യാലയങ്ങളിലും നോ ക്ലീൻ ഫോർ കിഡ് പ്രതിജ്ഞ, സ്ലോ മോട്ടോർ സൈക്കിൾ റെയിൽ, സ്കൂൾ സുരക്ഷാ ബോധവൽക്കരണ ലീഫ്ലെറ്റ് വിതരണം, ഗിഫ്റ്റ് ചെക്കിംഗ്, ഷോർട്ട് ഫിലിം പ്രദർശനം,
ജീവൻ രക്ഷിച്ച ഡ്രൈവറെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. സമ്മേളനം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരു മനോഹരമായ നഗരമാക്കി മാറ്റാം. അതിനാവശ്യമായ രീതിയിലുള്ള എല്ലാ സഹായവും എല്ലാ ആളുകളുടെ ഭാഗത്തുണ്ടാവും. കാഞ്ഞങ്ങാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും കാഞ്ഞങ്ങാടിന് ഒരു അടുക്കും ചിട്ടയില്ല. അത് ഏറ്റവും പ്രധാനം നമ്മുടെ വാഹന കുരുക്കാണ്. ആ കുരുക്കിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ വകുപ്പ് തന്നെയാണ് കാഞ്ഞങ്ങാടിനെ കുരുക്കഴിക്കാൻ ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. അതിന് പ്രത്യേകം അഭിനന്ദിക്കുക. അപ്പോൾ നമുക്ക് ഏത് തീരുമാനമെടുത്താലും അത് നടപ്പിലാക്കേണ്ടത് നാട്ടിലെ ജനങ്ങളാണ്. അപ്പോൾ കാഞ്ഞങ്ങാടിൻ്റെ കുരുക്കഴിക്കാൻ ഇങ്ങനെ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ധനകാര്യമന്ത്രി പോയി കണ്ടിരുന്നു. വലിയ സഹായമാണ് അല്ലെങ്കിൽ വലിയ സമ്മാനമാണ് പുതുവർഷത്തിൽ ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കാഞ്ഞങ്ങാടിന് അദ്ദേഹം നൽകിയത്. കാഞ്ഞങ്ങാടിൻ്റെ പട്ടണത്തിൽ ഈ വാഹനങ്ങളുടെ കുരുക്കഴിക്കാൻ RDO ജയറാഡ് മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് രാജ് KAS വിശിഷ്ട അതിഥിയായി. RDO CS കുമാർ, MPമാരായ വിജയൻ M, ജയൻ KV, അഭിലാഷ്, സുമേദ്, പ്രവീൺ കുമാർ, ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷൻ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തായിരുന്നു പരിപാടി. കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷൻ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടന്ന പരിപാടി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. അധികാരികൾ ഈ നാട്ടിനകത്തുണ്ടായിരുന്നു. എന്തിനാ? സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരിൽ നിന്ന് വിഹിതം പറ്റാൻ, അവരിൽ നിന്ന് ഷെയർ കൈപ്പറ്റാൻ, അവരിൽ നിന്ന് കമ്മീഷൻ പറ്റാൻ ഭരണാധികാരികൾ തന്നെ കൂട്ടുനിന്ന ഒരു നാടായിരുന്നു ചില ഘട്ടങ്ങളിൽ ഈ കേരളം. എന്നാൽ ഇന്ന് കേരളം സ്വകാര്യ ആശുപത്രികളെക്കാൾ മികച്ച സേവനം നൽകാൻ കേരളത്തിലെ പൊതു മേഖലയിലെ സർക്കാർ ആശുപത്രികൾ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റവും മാതൃകാപരമായി മാറുകയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രി. അതിന്റെ ഭൗതിക സാഹചര്യം എന്താണ് വേണ്ടത്, എന്താണ് അതിനാവശ്യം എന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജില്ലാ ആശുപത്രിയിൽ ഒരു യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളെല്ലാം യോഗം ചേർന്നപ്പോൾ അവിടെ 1.5 വർഷം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം കൂടുതൽ കരുത്തോടെ നിലനിൽക്കണമെന്നും ആരോഗ്യമേഖലയ്ക്കെതിരെ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ നല്ല ചെറുത്തുനിൽപ്പ് ആവശ്യമാണെന്നും പരിപാടി അഭിപ്രായപ്പെട്ടു. KGNA ജില്ലാ പ്രസിഡന്റ് PV അനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി സഖാവ് KV രാഘവൻ, FSCTO ജില്ലാ സെക്രട്ടറി സഖാവ് K ഹരിദാസ്, KSTA ജില്ലാ സെക്രട്ടറി സഖാവ് T പ്രകാശൻ, KGOA ജില്ലാ പ്രസിഡന്റ് സഖാവ് മധു കരിമ്പിൽ, KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PV പവിത്രൻ എന്നിവർ സംസാരിച്ചു. KGNA ജില്ലാ സെക്രട്ടറി PP അമ്പിളി സ്വാഗതവും വൈസ് പ്രസിഡന്റ് KK ജലജ നന്ദിയും പറഞ്ഞു. ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും നഴ്സുമാർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി അനുസ്മരണം പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടന്നു. ഗാന്ധി ദർശൻ സമിതിയുടെയും ജില്ലാ ഗാന്ധി ദർശൻ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഗാന്ധി ദർശൻ സമിതിയുടെയും ജില്ലാ ഗാന്ധി ദർശൻ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി അനുസ്മരണം പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടത്തി. TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തവണയാണ് ഗാന്ധിയെ വധിക്കാൻ വേണ്ടി സാധിച്ചത്. എന്തായിരുന്നു ഗാന്ധി ചെയ്ത തെറ്റ്? എന്തായിരുന്നു ഗാന്ധി ചെയ്ത രാജ്യദ്രോഹം? ഗോഡ്സെയുടെ കുറ്റാരോപണത്തിൽ ഗാന്ധിജി ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് മാത്രം സംരക്ഷണം നൽകുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലെ മുസ്ലിമുകൾ എന്ന് പറയുമ്പോൾ 7-8% മാത്രം അന്ന് ജനസംഖ്യയിൽ 7-8% മുസ്ലിമുകൾ ഉണ്ടായിരുന്നതാണ്.
എം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ ആശയങ്ങൾ ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണെന്നും ഗാന്ധിയൻ ആശയങ്ങളെ ആർക്കും ജനമനസ്സിൽ ഇന്നും മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു. അബ്ദുള്ള സഖാഫി, ഫാദർ ജോസ് അവന്നൂർ, സ്വാമി പ്രേമാനന്ദ, ജയരാജൻ മാസ്റ്റർ, രാധാകൃഷ്ണൻ മാസ്റ്റർ, ഭരതൻ പള്ളംജി, PV ചന്ദ്രശേഖരൻ, രാമകൃഷ്ണൻ മോനാച്ച എന്നിവർ പ്രസംഗിച്ചു. കോർഡിനേറ്റർ തോമസ് രാജപുരം സ്വാഗതവും ട്രഷറർ മാത്യു പനത്തടി നന്ദിയും പറഞ്ഞു. ജന്തുജന്യ രോഗങ്ങളിൽ നിന്നും മൃഗസംരക്ഷണ ഫീൽഡ് വിഭാഗം ജീവനക്കാർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. MN സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം KLAU സംസ്ഥാന പ്രസിഡന്റ് N കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ജന്തുജന്യ രോഗങ്ങളിൽ നിന്ന് മൃഗസംരക്ഷണ ഫീൽഡ് വിഭാഗം ജീവനക്കാർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. MN സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം KLAU സംസ്ഥാന പ്രസിഡന്റ് N കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ വർഗത്തിലെല്ലാം ഈ പ്രകൃതിയിൽ ജീവിക്കുന്നത് അനിവാര്യമാകുന്ന തരത്തിലുള്ള കൂട്ടായ്മകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് സിവിൽ സർവീസിൽ പൊതുവായ സംഘടനകളുണ്ട്. സിവിൽ സർവീസിന്റെ ആകെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിവിൽ സർവീസിന്റെ അവകാശ പോരാട്ടങ്ങൾ നയിക്കുന്നതിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള സംഘടനകളുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകമായ കാറ്റഗറികളിൽ, വകുപ്പുകളിലെ പ്രത്യേകമായ കാറ്റഗറികളിൽ ആ കാറ്റഗറിയിൽ പ്രതിദാനം ചെയ്തുകൊണ്ട് ആ കാറ്റഗറിയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആ കാറ്റഗറിയുടെ മഹത്വം കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിനുമായിട്ട് കാറ്റഗറി സംഘടനകളുണ്ട്. അത്തരത്തിലുള്ള സംഘടനയാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ. നമ്മുടെ മാതൃസംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ 34 അംഗ സംഘടനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളിൽ ഒന്നാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ. അംഗബലം കൊണ്ട് കേരളീയയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ സംഘാടനവും മറ്റു കാര്യങ്ങളിലുമൊക്കെ അതോടൊപ്പം തന്നെ കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ പ്രധാനപ്പെട്ട ഒരു അംഗസംഘടനയായി ജോയിന്റ് കൗൺസിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും ജീവനക്കാരെ ജനങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ മൃഗസംരക്ഷണ മേഖലയിലെ ബയോമെട്രിക് പഞ്ചാംഗ് ഫേസ് ആപ്പ് നടപ്പിലാക്കുന്നതിൽ നിന്നും പിൻവാങ്ങണമെന്നും കേരളത്തിലെ ജീവനക്കാരുടെ മേൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഏൽപ്പിച്ച പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഇടതുപക്ഷ നയം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ജൈബിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് N കൃഷ്ണകുമാർ സംഘാടന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ആസിഫ് M ഹൈദർ TK സ്വാഗതവും പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് G സുരേഷ് ബാബു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിജുരാജ്, പ്രീതകുമാരി, KLAU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മനീഷ് മോഹൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ജൈബിൻ ചാക്കോ, വൈസ് പ്രസിഡന്റ് അനീഷ് KR, ശരത് കുമാർ, സെക്രട്ടറി ആസിഫ് M ഹൈദർ, ജോയിന്റ് സെക്രട്ടറി ഷീന മോൾ, റിയാസ് H, ട്രഷറർ ഷാഹിദ് NS എന്നിവർ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബഡ്സ് കലോത്സവ വേദിയിൽ താളമൊപ്പിച്ചു കയ്യടി നേടി മൊഞ്ചത്തികൾ. ബഡ്സ് സ്കൂളിലെ മിടുക്കുകൾ കൊട്ടിക്കുളം നൂറുൽ ഹുദ സ്കൂളിലെ കലോത്സവ വേദിയിലാണ് വിസ്മയം തീർത്തത്. മാപ്പിളപ്പാട്ടിന്റെ ഇമ്പമുള്ള ഈണത്തിനൊപ്പം താളമൊപ്പിച്ചു കൈകൾ കൊട്ടുമ്പോൾ ആ വേദിയിൽ വിരിഞ്ഞത് ആത്മവിശ്വാസത്തിന്റെ 1000 ഇതളുകളായിരുന്നു. തങ്ങളുടെ പരിമിതികളെ തട്ടമിട്ട മൊഞ്ചുകൊണ്ട് മറികടന്ന ബഡ്സ് സ്കൂളിലെ മിടുക്കുകൾ കോട്ടിക്കുളം നൂറുൽ ഹുദ സ്കൂളിലെ കലോത്സവ വേദിയിൽ വിസ്മയം തീർത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ ഒരുക്കിയ ബഡ്സ് കലോത്സവത്തിൽ ഒപ്പന മത്സരം വെറുമൊരു മത്സരമല്ല, മറിച്ച് ചേർത്തുപിടിക്കലിന്റെ മഹോത്സവമായി മാറി. കണ്ണെഴുതിയും കാതിൽ ജിമിക്കിയിട്ടും മൈലാഞ്ചി ചോപ്പണിയും വേദിയിലെത്തിയ ഓരോ മിടുക്കിയും കലയുടെ മൊഞ്ചുള്ള പൂത്തിരികളായി മാറി. മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിൽ താളം തെറ്റാതെ കൈകൾ കോർത്തു പിടിച്ചും വട്ടമിട്ടു കറങ്ങിയും അവർ ചുവടുവെച്ചു. വധുവിന്റെ ലജ്ജയും ചുറ്റും നിൽക്കുന്ന തോഴിമാരുടെ കൗതുകം നിറഞ്ഞ കുസൃതികളും അതേപടി ആവിഷ്കരിക്കാൻ ഈ കൊച്ചു കലാകാരികൾക്ക് സാധിച്ചു. തട്ടത്തിന്റെ തിളക്കവും കസവു തുന്നിയ കുപ്പായങ്ങളുടെ അഴകും ഒപ്പനയുടെ ഓരോ കൈകൊട്ടിലും വേറിട്ടു നിന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ 13 ടീമുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പാട്ടിന്റെ താളം മുറുകുമ്പോൾ കാണികളും ആവേശത്തിലായി. ഓരോ ടീമും മത്സരം പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ എഴുന്നേറ്റു നിന്ന് കൈയടിച്ചാണ് സദസ്സ് സ്വീകരിച്ചത്. പരിശീലകരുടെയും രക്ഷിതാക്കളുടെയും മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം ഓരോ ചുവടിലും നിഴലിച്ചു.
ന്യൂസ് ബ്യൂറോ ഉദുമ. രാവണീശ്വരം മാക്കി ശ്രീ വിഷ്ണു ദേവസ്ഥാനം ഒറ്റക്കോല മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശനം ദർശിക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. മാക്കി ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാന ഒറ്റക്കോല മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് കോതോളങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ബാൻഡ് വാദ്യങ്ങൾ, മുത്തുക്കുട, താലപ്പൊലി, ചെണ്ടമേളം തുടങ്ങിയ അകമ്പടിയോടെ ദീപവും തിരിയും എഴുന്നള്ളത്തും നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ വിഷ്ണുമൂർത്തിയുടെ തോറ്റവും മേലേരി തീകൊളുത്തൽ ചടങ്ങും നടന്നു. ആഘോഷ പരിപാടിയുടെ ഭാഗമായി മാതൃസമിതി അവതരിപ്പിച്ച കൈകൊട്ടികളി, ഫ്യൂഷൻ ഡാൻസ് എന്നിവ മഹോത്സവ പരിപാടിക്ക് മാറ്റുകൂട്ടി. ചുരുക്കം കാസർഗോഡിന്റെ കനലാട്ട പരിപാടിയും വിഷ്ണുമൂർത്തിയുടെ കുളിച്ചോറ്റവും നടന്നു. ശനിയാഴ്ച പുലർച്ചെ വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശനം നടന്നു. കനലാടി ഉല്ലാസ് ആദ്യമായാണ് ഒറ്റക്കോല മഹോത്സവത്തിനായി വിഷ്ണുമൂർത്തിയായി രംഗപ്രവേശനം ചെയ്യുന്നത്. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ മാരിക്കളത്തിലേക്കുള്ള പുറപ്പാടും കുളിയൻ തെയ്യത്തിന്റെ പുറപ്പാടും അന്നദാനവും നടന്നു. വിളക്കിലരിയോടുകൂടി ഉത്സവത്തിന് സമാപനമായി. ബന്തെടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവം ഞായറാഴ്ച സമാപിക്കും. വടക്കേ മലബാറിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ പ്രശസ്തമായ ബദിയടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. മകരമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിൽ വാർഷിക മഹോത്സവത്തിന് കൊടിയേറ്റം നടക്കുന്നത്. മഹോത്സവം ഞായറാഴ്ച സമാപിക്കും. ബ്രഹ്മശ്രീ ഇരവൽ കേശവതന്ത്രി അവറുകളുടെ മഹനീയ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പ്രത്യേക പൂജകളും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. ഒത്തുകൂടാം, ചേർന്ന് നിൽക്കാം എന്ന സന്ദേശവുമായി അജാനൂർ പഞ്ചായത്ത് ഭിന്നശേഷി കലാമേള നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. ഒത്തുകൂടാം, ചേർന്ന് നിൽക്കാം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് മാവുങ്കാൽ IMA ഹാളിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേള അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. ഒരിക്കൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിക്കുമെന്നുള്ളതാണ് അറിയാൻ വേണ്ടി പറ്റും. അവിടെ പോയിന്റിൽ തന്നെയുണ്ട് ഒത്തുകൂടാം, ചേർന്ന് നിൽക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ വർഷത്തെ ആമുഖമായി പറഞ്ഞിട്ടുള്ളത്. കാരണം പലതരത്തിലുള്ള കുട്ടികളാണ്, പല കഴിവുകൾ അവർക്കുണ്ടാവാം. ആ കഴിവുകളെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാമെന്നുള്ളതാണ് റോട്ടറി സ്കൂളിൻ്റെ അധ്യാപകരായാലും അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാരായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന അമ്മമാരുണ്ടാവാം, രക്ഷിതാക്കളുണ്ടാവാം. അവരെയൊക്കെ നമുക്ക് ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ വിളിച്ചു ചേർത്ത് അവരുടെ കഴിവുകൾ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റുമോ ആ രീതിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ കടമ.
വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV കാവ്യ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. കുഞ്ഞാമിന, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, 13ാം വാർഡ് മെമ്പർ സജി കുന്നുമ്മൽ, CDS മെമ്പർ KV മിനി, റോട്ടറി സ്കൂൾ പ്രിൻസിപ്പൽ ബീന സുഗു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് T. ഷൈജു സ്വാഗതവും ICDS സൂപ്പർവൈസർ KV ഗൗരിശ്രീ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭിന്നശേഷിക്കാരായ സർഗപ്രതിഭകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കവിതാലാപനവും ഗാനാലാപനവും ആംഗ്യപ്പാട്ടും ഒപ്പനയും നാടോടി നൃത്തവും ഫ്യൂഷൻ ഡാൻസും കാണികളുടെ മനസ്സ് കവർന്നു. ഭിന്നശേഷിക്കാർ മാറ്റി നിർത്തേണ്ടവരല്ല, ഒന്നിച്ചു ചേർന്ന് ഒപ്പം കൊണ്ടുപോരേണ്ടവരാണെന്ന് തെളിയിക്കുന്നതായി ഈ വർഷത്തെ ഭിന്നശേഷി കലാമേള. വൈകിട്ട് നടന്ന സമാപന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. ബിന്ദു, അജാനൂർ പഞ്ചായത്ത് മെമ്പർ C. കുഞ്ഞാമിന, CDS ചെയർപേഴ്സൺ രത്നകുമാരി, പഞ്ചായത്ത് സെക്രട്ടറി T. ഷൈജു എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം. മാർക്കറ്റ് വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. കുമ്പള ടോൾ ബൂത്തിലുണ്ടായ സംഘർഷത്തിൽ CPM ഏരിയ സെക്രട്ടറി സുബൈറിനും ലീഗ് നേതാക്കൾക്കുമെതിരെ കേസ്. ടോൾ ബൂത്ത് മാനേജറും ഹരിയാന സ്വദേശിയുമായ അമിത് കുമാറിന്റെ പരാതിയിലാണ് കേസ്. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ സമാപനം കാഞ്ഞങ്ങാട് നടന്നു. കേരള ഗവൺമെന്റ് നേഴ്സ് അസോസിയേഷൻ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തായിരുന്നു പരിപാടി. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി അനുസ്മരണം പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടന്നു. ഗാന്ധി ദർശൻ സമിതിയുടെയും ജില്ലാ ഗാന്ധി ദർശൻ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജന്തുജന്യ രോഗങ്ങളിൽ നിന്നും മൃഗസംരക്ഷണ ഫീൽഡ് വിഭാഗം ജീവനക്കാർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ML സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം KLAU സംസ്ഥാന പ്രസിഡന്റ് N. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് കലോത്സവ വേദിയിൽ താളമൊപ്പിച്ച് കയ്യടി നേടി മൊഞ്ചത്തികൾ. ബഡ്സ് സ്കൂളിലെ മിടുക്കികൾ കോട്ടിക്കുളം നൂറുൽ ഹുദ സ്കൂളിലെ കലോത്സവ വേദിയിലാണ് വിസ്മയം തീർത്തത്. ഈ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.